അല്ല, ഈ കാര്യങ്ങളില് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കും. നിയമപരമായി നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നില്ല. ആ ബാധ്യത നിർവഹിക്കാതെ തന്നെ അവരവരുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് പ്രസക്തമായ ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ആ ധൈര്യം കിട്ടുന്നത്? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കരാറുണ്ടായിരിക്കെ സാരമില്ല, ഞങ്ങൾ വിചാരിച്ചിട്ട് കാര്യം എത്തിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ ഇങ്ങനെ ഈ കമ്പനിക്ക് ഉണ്ടാകും. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവാദിത്വം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകണം. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്, നിയമം, ധനം, മന്ത്രിസഭയിൽ പോകേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെ. എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. അപ്പം എങ്ങനെ അത്തരമൊരു സാഹചര്യം, പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രത്യേക ധൈര്യം അദാനിക്കുണ്ടായി? അതാണ് സംശയം. അല്ല, ഇതെല്ലാം ആളുകൾ സംശയിച്ചാൽ തെറ്റില്ലാലോ. അതല്ലേ നമ്മൾ കാണുന്നത്. വളരെ വ്യക്തമായ നിയമവിരുദ്ധ കാര്യങ്ങളാണല്ലോ നീങ്ങിയിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു കമ്പനി, ഇതുപോലൊരു പ്രധാനപ്പെട്ട കമ്പനി ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുന്നു. ആ ധൈര്യം അവിടുന്ന് കിട്ടി. ആ ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തണം. ബാക്കി കാര്യങ്ങൾ പുറത്തു വരുമല്ലോ മെല്ലെ മെല്ലെ. ശരിയല്ല. അതുകൊണ്ടാണല്ലോ ശരിയെന്ന മുന്നിൽ ഇപ്പോ പരാതിയാണ് ഉന്നയിച്ചത്. അത് ശരിയല്ലാത്ത വാദഗതിയാണ്. അതൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വഴി ശ്രമങ്ങളാണ്. ഒരു തരത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ടോ? അല്ല, കമ്പനിയുടെ താല്പര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുമല്ലോ. ആ നീക്കങ്ങൾ നടന്നാൽ നമ്മുടെ താല്പര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്. MSC അല്ല ഞാനിൽ കാണുന്നത്. MSC ഇതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കമ്പനിയാണ്. അവരൊരു വലിയ ലോകത്തെ വലിയ കപ്പൽ കമ്പനികളിലൊന്നാണ്. അവർ നേരത്തെ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ മറ്റു വശങ്ങൾ വേറെയുണ്ട്. ആ ഒരു കമ്പനി ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ വന്നാൽ ഈ പോർട്ട് തന്നെ ഒരു മൊണോപ്പൊളി രീതിയിലേക്ക് പോകും. അത് മറ്റു കമ്പനികൾക്ക് വരുന്നതിന് അത്ര ഗുണകരമായിരിക്കില്ല. അതൊക്കെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യം. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അതല്ല ഇതിന് പ്രശ്നം. ഈ അദാനി കമ്പനി എങ്ങനെ ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾക്ക് ധൈര്യപ്പെട്ടു? അതാണ് പ്രശ്നം. അല്ല, അതൊന്നും ഇപ്പം പിന്നെ വ്യക്തമായിട്ടുള്ള കാര്യമില്ലല്ലോ. വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ചില പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയായിരുന്നു. അതിനവർ നിന്നിട്ടില്ല. നല്ല ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്കി. അത്രത്തോളം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി പിന്നീട് പറയാം. സമ്മർദ്ദമല്ല, സമ്മർദ്ദത്തിനൊന്നും അവർക്ക് ശേഷിയില്ല. അവരാ സമ്മർദ്ദം നമ്മളെ സമ്മർദ്ദം
ഒരു അഭ്യർത്ഥന എന്ന് പറയാ, സമ്മർദ്ദമൊന്നും കൊണ്ട് നമ്മളെടുത്ത് വരാൻ പറ്റില്ല. അത് നിങ്ങളെ പോലത്തെ ലേഖകന്മാർ എഴുതുന്ന കാര്യമല്ലേ. നിങ്ങളിപ്പോൾ ലേഖനം എഴുതി, നിങ്ങൾ പത്രത്തിന്റെ ലേഖനാണെങ്കിൽ എഴുതി കൊടുത്താൽ, അവർ മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താൽ അത് പത്രത്തിന് നയമായി. അതില് എന്റെ പാർട്ടി പത്രമായാലും ഇതല്ലേ സംഭവിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ ഒരു ലേഖകൻ എഴുതി കൊടുത്തു, അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്നു മതി. അത്രയേ ഉള്ളൂ. അതിന് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അത് നിങ്ങൾ പിന്നീട് ചർച്ച ചെയ്തോളൂ. നിങ്ങൾ പാർട്ടി താല്പര്യം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് നല്ല ഗൗരവത്തോടെ നോക്കണമെന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചു. അതുകൊണ്ടൊന്നുമില്ല. അടുത്ത ഘട്ടത്തിന്റെ വികസനത്തിനും ഇത് ആവശ്യമില്ല. അത് അതിന്റെ വഴികളെല്ലാം തുറന്നു കിടക്കുകയാണ്. ഇത് വികസനം തടയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതായത് ഇപ്പം നമ്മൾ അദാനി ഗ്രൂപ്പുമായിട്ട് ഒപ്പിട്ട കൺസെഷൻ കരാർ അനുസരിച്ചിട്ടുള്ള നടപടികൾ തുടർന്നു പോയാൽ ഈ പോർട്ടിന്റെ വികസനം വലിയൊരു നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പോർട്ടിന്റെ ഒരു ടെർമിനലാണ് നല്ല നിലത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ മറ്റ് ടെർമിനലുകളിൽ കൂടുതൽ വികസിതമായിട്ട് ഈ പോർട്ട് പോകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായ MSC ഇപ്പോൾ വരുന്നു. എന്നാൽ അതുപോലുള്ള മറ്റു പല കമ്പനികളും ഇങ്ങോട്ട് വരും. അവർക്കെല്ലാം എക്സ്ക്ലൂസീവായിട്ട് തന്നെ ചില ടെർമിനലുകൾ ഉപയോഗിക്കാൻ പറ്റും. വൻപിച്ച സാധ്യതയാണ് ഈ പോർട്ടിനുള്ളത്. ആ സാധ്യതയെല്ലാം അടഞ്ഞു പോകുന്ന നിലയാണ് വരിക. അതാണ് ഇതിന്റെ പ്രശ്നം. ആരുടെ വിശദീകരണം? അതെല്ലാം വീണടിക്കുന്നല്ലേ. സാധാരണ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാലോ, സാധാരണ നിലക്ക് കാര്യങ്ങൾ അറിയാലോ. നമ്മള് രണ്ടുപേരും രണ്ട് പുസ്തക കമ്പനികളുടെ പ്രധാനികളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു കമ്പനി ഒരു സ്ഥലത്തിന്റെ പ്രധാന ഉടമയായിട്ട് മാറുന്നു. അവിടെ സാധാരണഗതിയിൽ നിങ്ങളുടെ താല്പര്യമാണല്ലോ സംരക്ഷിക്കപ്പെടുക. എൻ്റെ കമ്പനിയുടെ താല്പര്യമാണോ സംരക്ഷിക്കപ്പെടില്ല. അതൊരു ഭാഗം. വേറൊരു ഭാഗം, ഇതിൽ നിന്ന് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് വിഹിതം തരുന്നുണ്ട്. ആ വിഹിതം ലാഭത്തിൽ നിന്നാണ്. അപ്പോൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ നടക്കും. കാരണം ഇന്ത്യയിൽ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷനുള്ള ഏക പോർട്ട് അദാനിയുടേത് വിഴിഞ്ഞത്താണ്. ബാക്കി പോർട്ടുകളെല്ലാം അവരുടെ സ്വന്തമാണ്. അപ്പോൾ ഒരു സാധ്യത ഇവിടെ വരുമാനം കുറയാൻ, മറ്റേ പോർട്ടിൽ വരുമാനം കൂടാം, കണക്കുകളുടെ കളി വരാൻ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യം അവിടെയും ഇല്ലാതാവും. ഇതൊക്കെയാണ് വരാൻ പോകുന്ന അപകടം. ഇത് ഗൗരവമായിട്ട് എടുക്കണം. നമ്മുടെ സമൂഹം ഗൗരവമായിട്ട് എടുക്കണം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗവൺമെന്റായിട്ട് പ്രവർത്തിക്കണം. അദാനിയുടെ താല്പര്യം സംരക്ഷിക്കാനല്ല നിലകൊള്ളുന്നത്. ഗവൺമെന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ശക്തമായ ഇടപെടൽ വേണം. എങ്ങനെ ഇതിനെ നേരിടാമെന്നുള്ളതിൻ്റെ നിയമോപദേശം തരണം. സെബിയുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കണം. അതൊക്കെ ആവശ്യം. LDF കൺവീനർ നല്ല ചികിത്സയിലായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്, വീണ്ടും യോഗം ചെയ്തു. അത് കഴിഞ്ഞാൽ വെച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഏത് അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമല്ലേ. അത് സ്വാഭാവികമായിട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ക്രൂരത ഒന്നും കാണിക്കാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ല. അത് ഗവൺമെന്റ് മാറ്റം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അവിടുത്തെ പുനരധിവാസത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും അത് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെ, അങ്ങനെയൊരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ ആ നടപടി
നല്ല വേഗതയിൽ നടക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇടപെട്ട് കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത്. അത് അവർ പറഞ്ഞല്ലോ, എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് അതിന്റെ അപ്പുറം പോകുന്നത്? അവരവരുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് മുന്നണിയിൽ നിൽക്കുന്ന വിഷയമല്ല, അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തില്ല, മുന്നണി ചർച്ച ചെയ്തില്ല. അതേപോലെ സ്വാഭാവികമായിട്ടും കാര്യമായിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. ഏത്? അതുകൊണ്ടാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരി, നമുക്ക് ഇത് പറഞ്ഞല്ലോ, നിയമപരമായും രാഷ്ട്രീയമായും നേരിടുന്നു. LDF എന്ന നിലക്കും കാര്യമായിട്ട് ഇതിനെ നേരിടുന്ന പ്രശ്നങ്ങൾ ആലോചിക്കും. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ തന്നെ ആലോചിച്ചിരുന്ന കാര്യം ആദ്യത്തെ 3 മാസം മറ്റു തരത്തിലൊന്നും ഒരു ശക്തമായ ആക്രമണ രീതിയൊന്നും സ്വീകരിക്കരുത് എന്നാണ്. പക്ഷെ ഞങ്ങളെ കൊണ്ട് തന്നെ ശക്തമായ നിലപാടുകൾ എടുപ്പിക്കുന്ന നിലയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്. അത് അവർ ചെയ്ത ചെയ്തികളാണ് അതിനിടയാക്കിയത്. ആ ചെയ്തികൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്.